ഇന്നലെയാണ് മലയാള സിനിമയുടെ പ്രമുഖ നടനായ സലീം കുമാർ അന്തരിച്ചത്. ഇപ്പോഴിത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് പുറത്തു വന്നിരിക്കുകയാണ്. നീണ്ട നാളായി തന്നെ അസുഖബാധിതനായ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഈ അടുത്തിടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പങ്കെടുത്ത ഒരു പരിപാടിയിൽ പോലും സലീം കുമാർ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം വേദിയിലെത്തിയ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. സലീം കുമാർ വല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അദ്ദേഹത്തിന് എന്തൊക്കെയോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നും. എന്നാൽ അതിത്ര കാര്യമായിട്ടുണ്ടാകുമെന്ന് പ്രേക്ഷകരെന്ന് കരുതിയിരുന്നില്ല. മുൻപ് കരൾ രോഗിയായിരുന്നുവെങ്കിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയിലൂടെ അദ്ദേഹം പഴയ ജീവിതത്തിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഈ അടുത്തിടെയാണ് അദ്ദേഹത്തിന് ന്യൂമോണിയ ബാധിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചുവെങ്കിലും ആ സമയത്ത് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. ഉടൻ തന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റി. എന്നാൽ ഫലം കണ്ടില്ല. അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പിന്നീട് പുറത്തു വന്നത്. മരണവാർത്തയറിഞ്ഞ് നിരവധി പേരാണ് ഇതിനോടകം തന്നെ അനുശോചനം രേഖപ്പെടുത്തിയിട്ടും അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തുകയും ചെയ്ത് നിരവധി പേരാണിപ്പോൾ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടും എത്തിയിരിക്കുന്നത്. മലയാള സിനിമയ്ക്ക് ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ സമ്മാനിച്ച പ്രമുഖ നടനാണ് സലീം കുമാർ. മലയാള സിനിമയിലെ മികച്ച കോമഡിയനായി അറിയപ്പെടുന്ന സലീം കുമാർ പിന്നീട് പെട്ടെന്നായിരുന്നു അച്ഛനുറങ്ങാത്ത വീട് എന്ന സിനിമയിലൂടെ വ്യത്യസ്തമായ കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് പ്രത്യേക സ്ഥാനം പിടിച്ചുപറ്റിയത്. പിന്നീട് അങ്ങോട്ട് ഈ അടുത്തിടെയായിട്ട് ഇടിയൻ ചന്തു എന്ന സിനിമയിലുമാണ് അദ്ദേഹം അവസാനമായി അഭിനയിച്ചത്.